സംസ്ഥാനത്ത് അതിതീവ്ര മഴ വരുന്നു. 6 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. സുനിഷ അയ്യല്ലൂർ എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സുനിഷ അയ്യല്ലൂർ. എവിടെയൊക്കെയാണ് കരുതേണ്ടത്? ഇപ്പോൾ ഓഫീസുകളിലൊക്കെ ആയിരിക്കുന്നവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലൊരു കുട കരുതി ഇറങ്ങേണ്ടി വരുമോ? വലിയ മഴയാണോ വരുന്നത്? വേണം സുജയ, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതായത് അടുത്ത 3 മണിക്കൂറത്തെ പ്രവചനമാണിത്. നേരത്തെ തന്നെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ മഴ കനത്തൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലവിൽ 6 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞിരിക്കുന്നത്. അത് പ്രധാനമായും തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്രമായ. ഒരുപക്ഷെ നമുക്ക് തന്നെ കാണാൻ കഴിയും, തിരുവനന്തപുരത്തും ഇതാ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കൂട്ടത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പട്ടികയിൽ തിരുവനന്തപുരം കൂടിയുണ്ട്. ഇനി അടുത്ത 3 മണിക്കൂർ ഇതേ രീതിയിൽ അതിതീവ്രമായി തന്നെ മഴ പെയ്യുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങുന്നവർ കുട മാത്രം കരുതിയാൽ പോരാ, ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് അതുകൂടി മുൻകരുതണം എന്നൊരു നിർദ്ദേശം കൂടി, അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇത് ഈ 3 മണിക്കൂറിനുള്ളിലുള്ള കാര്യമാണ്. ഈ 3 മണിക്കൂർ നേരത്തേക്ക് അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിരുന്നു. പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാകുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലുമായിരുന്നു നേരത്തെ മുതൽ തന്നെ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ മലയോര മേഖലകളിലടക്കം മഴ ശക്തമായതോടുകൂടിയാണ് നിലവിലിപ്പോൾ 6 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മുൻകരുതൽ എടുക്കണമെന്നുള്ളത് തന്നെയാണ്. തീരദേശത്തടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത കൂടി നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് തീരദേശത്തുള്ളവർ, മലയോര മേഖലകളിലുള്ളവർ. ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സുനിഷ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് മഴ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കരുതലോടെ മുന്നോട്ട് പോവുക. 6 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്.